ഇനി നിങ്ങൾക്ക് വെറും ഒറ്റ ക്ലിക്കിൽ ഏത് പ്രൊഡക്റ്റിൻ്റെയും ആഡ്സ് ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് AI യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതുപോലുള്ള ആഡ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹിഗ്സ്ഫീൽഡ് AIൻ്റെ അകത്ത് വീഡിയോ എന്നുള്ളൊരു ടാബ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ടു ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. I love using this face cream every morning. Keeps my skin soft, hydrated and glowing all day. Plus it absorbs super quickly and feels amazing. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു ഇൻഫ്ലുവൻസറിന് എമൗണ്ട് ചിലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, AI യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് എന്തായാലും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ എന്ത് ചെയ്യാണ്, apple.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഏത് പ്രൊഡക്റ്റ് ആണോ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് അവിടുന്ന് കോപ്പി ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ iPhone 17 Pro ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ എന്ത് ചെയ്യുക, ജസ്റ്റ് ബൈനോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേജിലോട്ട് പോകും. ഇപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഈ ഒരു പ്രൊഡക്റ്റ് കോപ്പി ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള URL പ്രൊഡക്റ്റ് പേജ് URL എന്ന് പറയുന്ന ആ ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ട്, അതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ളതെല്ലാം എന്ത് ചെയ്യും, അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷന്, നെയിം, അതുപോലെ തന്നെ ഫോട്ടോ, അതിൻ്റെ ലോഗോ, അതിൻ്റെ തീം കളേഴ്സ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വേണ്ടിയിട്ട് AI എന്ത് ചെയ്യും, നല്ല അടിപൊളിയായിട്ടുള്ള ആഡ്സ് ക്രിയേറ്റ് ചെയ്യും. ഇനി നമ്മുടെ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് കാണുന്നത് ഇതിൻ്റെ സ്റ്റൈൽ എന്ത് ചെയ്യാൻ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സിമ്പിൾ UGC എന്ന് പറയുന്ന സ്റ്റൈലുണ്ട്, അതുപോലെ തന്നെ ക്ലീൻ ഉണ്ട്, ലക്ഷറി ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോറി ആയിട്ടും അൺബോക്സിങ് എന്നുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകളുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് സിമ്പിൾ UGC ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറേറ്റ് വീഡിയോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ ഏകദേശം 2 to 5 minutes ഒക്കെ എടുക്കും. ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. I love my iPhone 17 Pro. The camera is insane. Everything looks sharp and natural whether I'm inside or out. The screen is gorgeous, super bright, and colors just pop. And it moves so smooth. Even editing video feels effortless. Oh my god, is it still working? Give me your phone now! ഇവിടെ സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 സ്റ്റൈലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റിന് മാച്ച് ആയിട്ടുള്ള വീഡിയോ ഏതാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റൈൽ ചൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ ഈസി ആയിട്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് എൻ്റെ വീഡിയോസിൻ്റെ അകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു കീബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മെക്കാനിക്കൽ കീബോർഡാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതിന് പകരം ഈ ഒരു URL യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു വീഡിയോ ആഡ്സ് രീതിയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ കമ്പനീസിനൊക്കെ ഇത് ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ചെറിയ ചെറിയ കമ്പനീസ്, ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പേഴ്സ് ആണെങ്കിലും അതുപോലെ വലിയ കമ്പനീസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ അവരെ പ്രൊഡക്റ്റിൻ്റെ URL ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ ഓട്ടോറോണിക്സിൻ്റെ K1 എന്ന് പറയുന്ന മോഡലാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെക്കാനിക്കൽ കീബോർഡിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഒരു URL ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം നമുക്ക്. സോ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യും, ആ ഒരു URL എടുത്തിട്ട് ഹിഗ്സ്ഫീൽഡിൻ്റെ ഈ ഒരു 1 ക്ലിക്ക് എന്ന് പറയുന്ന ഫീച്ചറിലോട്ട് വരുന്നു. അവിടെ എന്ത് ചെയ്യും, നമുക്ക് ഇതുപോലെ URL ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അതിൻ്റെ ഇമേജസ് എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു K1ൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ കീബോർഡ് ഗെയിമിംഗ് കീബോർഡാണ്.
അപ്പോൾ അതിൻ്റെ നെയിമൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ടൈപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന കീബോർഡാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യും, നമ്മളൊരു വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യും, പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അൺബോക്സിങ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഉണ്ട്. ഈ രണ്ട് രീതിയിൽ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോറി പറയുന്ന രീതിയിൽ ആ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കാണിച്ചു തരാം. Experience precision and speed with the Portronics K1, a compact wired mechanical keyboard with tactile blue switches, vivid RGB lighting, and plug-and-play USB for gaming anywhere. I'm so hyped. This Portronics K1 wired mechanical keyboard has crisp blue switches, compact build, and vivid RGB lighting, plug-and-play perfection. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. Before the wheel, there was fire. Before progress, the spark. But speed demanded something more. We didn't invent electricity. We gave it instinct. This is Porsche Taycan.